വെൽക്കം ബാക്ക് ടു ലൈക്ക് പോകാനില്ല. ഞങ്ങളതേ എമ്മിക്കുട്ടീനെ കൊണ്ടുവന്ന് ENT-നെ കാണാൻ പോവാട്ടാ. അപ്പോൾ എമ്മിക്കുട്ടിയുടെ കാതിൽ ഇങ്ങനെ വാക്സ് അടിഞ്ഞിട്ട് നമ്മൾ വാക്സ് ട്യൂം എന്ന് പറഞ്ഞാൽ മെഡിസിനൊക്കെ ഇട്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ENT-നെ കാണിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് പൂട്ടിയിരിത്തേക്കണം, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് രണ്ടുപേരും നല്ല മിടുക്കികളായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞങ്ങൾ രാജഗിരിയിലാണ് പോണത്. ശരി, വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം അല്ലേ? പോവാ. തുറവൂര് മുതൽ അരൂർ വരെയുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ പണി ഇപ്പോൾ നടക്കണതുകൊണ്ട് തന്നെ നമുക്ക് മിക്കപ്പോഴും റോഡിലേക്ക് ഇറങ്ങിയാൽ പണി കിട്ടും. കാരണം മിനിറ്റുകൾ കൊണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് അരൂരേക്ക് എത്താം. പക്ഷേ ഈ ബ്ലോക്ക് നമ്മളെ മണിക്കൂർ എടുത്തായിരിക്കും ചിലപ്പോൾ അരൂരെത്തിക്കുന്നത്. പിന്നെ പണി തീർന്നു കഴിയുമ്പോൾ നല്ല സൗകര്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഈ ബ്ലോക്കിനെ മാനസികമായിട്ട് അങ്ങ് നേരിടുന്നത് കേട്ടോ. ശരിക്കും ഈ പണി നടക്കുന്നതിൻ്റെ സൈഡിലുള്ള കടകൾ അല്ലെങ്കിൽ അവിടെ തൊട്ടരികിലുള്ള വീടുകളൊക്കെ നമുക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പൊടിയൊക്കെ പിടിച്ചിട്ടേ ഭയങ്കര ഒരു അവസ്ഥ തന്നെയായി ഇപ്പം അവരുടെ ഉള്ളത്. പിന്നെ ഈ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ എടപ്പള്ളിയിലോട്ട് എത്തിയത്. അപ്പോൾ എടപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിലോ അവിടെ അതിലും വലിയ ബ്ലോക്കാണ്. അപ്പോൾ ഡോർഫിൻ പറയുന്നുണ്ടായിരുന്നു എടപ്പള്ളിയിൽ ഇനി എന്തോ ഒരു അണ്ടർ പാസ് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ ഈ എടപ്പള്ളിയിലെ ബ്ലോക്കൊക്കെ മാറുമെന്ന് പറയണോ. അത് സത്യമാണെങ്കിൽ ചിലപ്പം ഇവിടെയൊക്കെ നമുക്കിനി നല്ല സ്മൂത്തായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. ഞങ്ങളങ്ങനെ രാജഗിരിയിലെത്തുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞ സമയത്തേക്കാളും ഒരു 1/4 മണിക്കൂർ ലേറ്റായിട്ടാണ്. കാരണം ഇത്രയും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തണമല്ലോ. നമ്മൾ എത്ര നേരത്തെ ഇറങ്ങിയാലും കുറച്ചൊക്കെ ലേറ്റായി പോകും. അപ്പം അങ്ങനെ ഞങ്ങളൊരു 3/4 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് രാജഗിരിയിലോട്ട് എത്തിയത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ പോകുന്നത് ശരിക്കും എൻ്റെ ഓൺകോളജിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ചിലവ് കൂടുതലായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് മറ്റ് പല ആശുപത്രികളിലും ഞങ്ങളങ്ങനെ മാറി പോയെങ്കിലും ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ലാത്തൊരു ഫ്രണ്ടുണ്ട്, ജുവിനാണ് എന്നെ ഇവിടുത്തെ ഡോക്ടർ സഞ്ജുവിനെ തന്നെ കാണിക്കണം എന്ന് ഡോർഫിനെ നിർബന്ധിച്ചത്. അത് എത്ര നല്ലൊരു തീരുമാനമായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി നമുക്ക്. അപ്പം നമ്മൾ പാർക്ക് ചെയ്യുന്നിടത്ത് ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാർക്ക് ചെയ്തത് ഒത്തിരി ദൂരെയായിട്ടൊക്കെ പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ നടക്കുകയൊന്നും വേണ്ട. ഈ ബഗ്ഗി കാറിൽ നമ്മൾക്ക് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലേക്ക് എത്താൻ പറ്റും. ശരിക്കും രാജഗിരി ഞങ്ങൾക്ക് നല്ലൊരു കൂടുതലാണെങ്കിലും നമുക്കൊരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. ഇതിന് മുമ്പ് റബേക്കനെ ഇവിടെ ENT-നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് റബേക്കനെ ഇതുവരെ ENT-നെ കാണിച്ചു. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവളുടെ ഇയർ വാക്സൊക്കെ എടുത്ത് കൊടുത്ത് അവളുടെ ചെവിയൊക്കെ ക്ലീനാക്കി. അപ്പോൾ അത് എമ്മിക്കുട്ടിയും കണ്ടേക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഡോക്ടറിനെ തന്നെ കണ്ടാൽ മതി എന്ന് അവൾക്ക് പേടിയാണ് വേറെ ആരെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മുടെ ടോക്കൺ എന്ന് പറഞ്ഞാൽ 48 ആയിരുന്നു. അത് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. എമ്മിക്കുട്ടിക്ക് ബിരിയാണിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബിരിയാണി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 ബിരിയാണി വാങ്ങിച്ചിട്ട് 4 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 160 രൂപയാട്ടോ. അത് വില ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പീസുകളുടെ എണ്ണ കൂടുതൽ നമുക്കൊരു ആശ്വാസമായിരുന്നു. നിറയെ ചിക്കൻ പീസുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മളുടെ നമ്പറായി. എമ്മിക്കുട്ടീനെ കയറ്റി കിടത്തി. ഡോക്ടർ ധന്യനെയാണ് നമ്മൾ കാണിച്ചത്. എമ്മിയുടെ കാലിൽ നിന്ന് ധാരാളം വാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വാക്സൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടർ ധന്യയുടെ കൂടെ നിൽക്കുന്ന നേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ സിസ്റ്റർ നമ്മുടെ ചാനലൊക്കെ കാണുന്നത്, ഈ സിസ്റ്റർ ചാനലൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു, സംസാരിച്ചു. നമ്മളെ പരിചയമുള്ളവർ നമുക്ക് കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പിന്നെ എൻ്റെ എമ്മിക്കുട്ടിക്കുള്ളൊരു സ്വഭാവമാണ് കേട്ടോ. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വാട്ടർ ഡിസ്പെൻസർ കണ്ടാൽ പിന്നെ ഭയങ്കര ദാഹമായിരിക്കും. ഇങ്ങനെ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കും ആൾ. ഇതുപോലെ നിങ്ങളുടെ പിള്ളേർക്കും ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടോ എന്നോട് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ വാക്സ് റിമൂവൽ മാത്രമല്ല ഓഡിയോളജിസ്റ്റിനെ കാണിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓഡിയോളജിസ്റ്റിനെയൊക്കെ കാണിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ പോയി കുറച്ച് നേരം ചാപ്പലിലിരുന്നു. ഈ ചാപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള, നമുക്ക് കുറേ നേരം നമ്മളെ പിടിച്ചെടുത്തൊരു ചാപ്പലാണ്. അവിടെ നിന്നാൽ പോരാൻ തോന്നത്തില്ല. ഒത്തിരി ടെൻഷൻ അടിച്ച് ഞങ്ങൾ പലതവണ എൻ്റെ ഓൺകോളജിയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ അവിടെ പോയി കുറേ ഇരുന്നിങ്ങനെ അവിടെ ഇരുന്ന് കുറേ ആശ്വസിച്ചിട്ടുണ്ട്. എന്നേക്കാൾ ഡോർഫിനെയാണ് അന്നത്തെ യാത്രകളൊക്കെ ശരിക്കും മാനസികമായിട്ട് ബാധിച്ചിട്ടുള്ളത്. അങ്ങനെ വൈകുന്നേരമായി 4:30 കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബഗ്ഗി കാറിന് തന്നെ വന്നു. പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ചായ കുടിക്കാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ അതേ ആലുവയിൽ ഒരു മെട്രോ കിച്ചൺ, അത് ഒരു സൈഡിൽ മെട്രോ, അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നോർമൽ ട്രെയിൻ, അതൊക്കെ കണ്ടുകൊണ്ട് കുടിക്കാവുന്ന ഒരു ചായയൊക്കെ കുടിക്കാവുന്ന ജ്യൂസും എല്ലാം ഉണ്ട് അവിടെ. നല്ലൊരു കിച്ചൺ കേട്ടോ. അവിടെ ആണെങ്കിൽ നമ്മൾ ഒരു സിസ്റ്ററും ബ്രദറും ഒക്കെ കൂടെ നടത്തുന്നൊരു കിച്ചണാണ്. അവൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ നിൽക്കുന്ന ആ കുട്ടിയും അതിൻ്റെ ബ്രദറൊക്കെ കൂടെയാണ് നടത്തുന്നത്. നല്ല എല്ലാവരോടും പെരുമാറാനൊക്കെ അറിയാവുന്ന നല്ലൊരു കുട്ടി, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കത്. പിന്നെ ഈ ഗോലി സോഡ വേണമെന്ന് പറഞ്ഞാൽ എമ്മി ഇങ്ങനെ കുറേ നാളായിട്ട് വാശി പിടിക്കുന്നതായിരുന്നു. പിന്നെ അവസാനം ഇവിടെ വന്ന്
വന്ന് കണ്ടപ്പോഴത്തേക്കും വാങ്ങിച്ച് കൊടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതൊക്കെ ഭയങ്കര ആസ്വദിച്ച് കുടിച്ചു. പിന്നെ ബ്രെഡ് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം, ഏലാഞ്ചി, പിന്നെ എന്തുവാ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചായയൊക്കെ കൂടി കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ കണ്ണൂരുകാർക്ക് അറിയാമോയെന്നറിയില്ല, കണ്ണൂരപ്പം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പേര് മാത്രമേ കണ്ണൂരപ്പം എന്നുള്ളൂ. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ലൊരു കടയായിരുന്നു, നല്ലൊരു പെരുമാറ്റവും ബാക്കി സംഭവമൊക്കെ രസമായിരുന്നു. ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു. ടേക്ക് കെയർ, ബൈ.